ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാൾക്ക് ശേഷമാണ്. എല്ലാ ലോങ് വീഡിയോസ് ഇടുമ്പോഴേ ഞാൻ ഇത് തന്നെയാണ് പറയണത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്. ഇപ്പോൾ സമയം 5:15 6 മണി വരെയാണ് ആക്ച്വലി എനിക്ക് ഡ്യൂട്ടി. അപ്പം ഇന്ന് നമ്മുടെ മാം പെർമിഷൻ ഇട്ട് നേരത്തെ പോണതുകൊണ്ട് നമ്മളോട് 5:30 തന്നെ പൊക്കോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 5:15 കൂടെ 2 പേരും കൂടെ ഉണ്ട്. അവർ വന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകുന്നേരത്തെ ഒരു ഈവനിങ് ഒരു ടൈം ലൈഫ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താവും അറിയില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് പ്രത്യേകിച്ച് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒക്കെ ഓഫ് ചെയ്ത് നമ്മളെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞാനാണ് ലാസ്റ്റ് പോണത്. അതുകൊണ്ട് നമ്മളാണ് അതൊക്കെ നോക്കേണ്ടത്. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇപ്പം എൻ്റെ ഒപ്പം 2 പേരുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിലത്തെ ഒരാളാണ് ഇത് ജെനി. ഇവർക്ക് 2 പേർക്ക് 5:30 വരെയും എനിക്ക് 6 മണി വരെയാണ്. ബാക്കിയുള്ളവർ 5 മണിക്കും 4 മണിക്കൊക്കെ പോകും. അപ്പം ഇവർ പോകാനായിട്ടുണ്ട്, 5:30 ആയിട്ടുണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ തന്നെ അടുത്തുള്ള റൂമൊക്കെ പൂട്ടിയിട്ട് താക്കോൽ എൻ്റെ കയ്യിൽ തരുമ്പോൾ അതിന് മുന്നേ ഞാൻ എന്താ സിസ്റ്റമൊക്കെ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇവരൊക്കെ റെഡി ആവുകയാണ്. വേറെ 2ാമത്തെ ആളാണ് ഇത്, കീർത്തി. ഞങ്ങൾ മൊത്തം 6 പേരാണ് എക്കോ റൂമിൽ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 6ാമത്തെ ഒരാളെന്ന് പറഞ്ഞാൽ ട്രെയിനി ആയിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ മാം പെർമിഷൻ ഇട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് 5:30 പൊക്കോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സാധാരണ 6 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങൽ, 6 മണിന്റെ ഡ്യൂട്ടി ഉള്ള സമയത്ത്. അപ്പൊ ഞാൻ മാത്രം ഉണ്ടായിരുന്നു. ഈ ഇരുട്ടൊക്കെ ഈ വെളിച്ചമൊക്കെ പോയിട്ട് ആകെ ഇരുട്ടായിരിക്കും. ആ നേരം ആകുമ്പോഴത്തേക്കും 6 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ 6:15 ആയിരിക്കും. എന്താ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ ഇപ്പുറത്ത് എത്തണമെങ്കിൽ ബസ് എത്താൻ പിന്നെ അതിലേറെ ഇടങ്ങാറാണ്. ഇപ്പൊ 5:30 ഇട്ടുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയ ബസ്സിൽ വേഗം റൂമെത്താന്ന് വിചാരിച്ചു. കയറിയ ബസ് പ്രൈവറ്റ് ബസ്സായിരുന്നു. ഇവിടെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാല് 7 രൂപയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഹോസ്റ്റലിലേക്കുള്ള ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ചില ബസ്സുകാർക്ക് തോന്നും പോലെ 10 കൊടുത്ത ബാക്കി 3 കിട്ടുന്ന വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷെ 3 കിട്ടില്ല, മൊത്തം 10 എടുക്കും, ചില സമയത്ത് 8 എടുക്കും. ഞാൻ പിന്നെ ടിക്കറ്റ് വാങ്ങി നോക്കുമ്പോഴാണ് ടിക്കറ്റിൽ 7 രൂപ എന്ന് കാണുമ്പോഴാണ് പറ്റിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ തിരിച്ച് ചോദിക്കാനും പോവില്ല. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഫ്രീ ബസ് മാത്രം തപ്പിക്കയറുന്നത്. പക്ഷെ 6 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ ഫ്രീ ബസ് കാത്തു നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ടാവുള്ളൂ, ആ നേരത്ത് ഒന്നും ഉണ്ടാവലില്ല. പിന്നെ ഈ ബസ് കയറിയപ്പോൾ സാധാരണ സ്റ്റോപ്പിന്റെ മുന്നത്തെ സ്റ്റോപ്പിൽ ഞങ്ങളെ ഇറക്കി വിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു ഫ്രണ്ടിലുള്ളത് കൊണ്ട്. സാധാരണ നിർത്തുന്നതാണെന്നല്ലാതെ കുറച്ച് പിന്നിലേക്ക് ആയിട്ടാണ് ബസ് നിർത്തിയില്ല. എന്താ സംഭവം എനിക്കറിയില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാന് ഇവിടെ വന്നുള്ള ആകുള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ റോഡ് ക്രോസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ ഇട്ടുകൊണ്ടേ നേരത്തെ എത്തുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താണ്, കുറേ നാളായി 6 മണിക്കൊക്കെ 6:30 ആവും ഞാൻ റൂമെത്തുമ്പോൾ. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റല്. കാണാൻ സെറ്റപ്പ് ഒന്നുമില്ലെങ്കിലും ഉള്ളിൽ ഭയങ്കര സെറ്റപ്പാ. കാണിച്ചെടുത്ത പിന്നെ സെറ്റപ്പ് എന്ന് പറയാനൊന്നുമില്ല. പോകുമ്പോഴും വരുമ്പോഴും ഈ ബുക്കിൽ എഴുതണം. പിന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായത്. ടൈമിങ്ങും എന്താ പറയുക ബയോമെട്രിക് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇറങ്ങണമെന്ന് അവർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വെച്ചിട്ടാണ് നമുക്ക് ഫീസ് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ ഒരേ റൂമിലുള്ള ഞങ്ങൾക്ക് 2 പേർക്ക് വെവ്വേറെ ഫീസാണെന്ന് പറയുമ്പോൾ ആലോചിക്കാൻ പോലും പറ്റണല്ലോ. നമ്മൾ ഹോസ്റ്റൽ ഫീസൊക്കെ ഫിക്സഡ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ വരുന്നത്. വരുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അത് മാത്രമല്ല, ആ ഫീസിന്റെ ബില്ലിൽ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് അനാവശ്യത്തിനും ഫീസ്, മെയിൻ്റെനൻസ് വർക്ക്, ആ വർക്ക്, ഇവർക്ക് വേണ്ടിട്ട് അങ്ങനെയും കുറെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് കേസരിയാണ്. വൈകുന്നേരം സ്നാക്സ് സാധാരണ കിട്ടില്ല. നേരത്തെ വന്നാൽ ഞാൻ ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് ഇതെങ്കിലും കിട്ടി. ഇല്ലെങ്കിൽ ഇതെന്ത് പൊടി പോലും ഉണ്ടാവലില്ല. കേസരി പിന്നെ നേരെ മേലേക്ക് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ താഴത്തേക്ക് ഇറങ്ങി വരാറുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് ഫിൽറ്ററിൽ നിന്ന് വെള്ളം നിറയ്ക്കുകയാണ്. ഈ ഫിൽറ്റർ ആണെങ്കിൽ തോന്നും പോലെയാണ് ഓരോ നേരത്തെ സ്വഭാവം. ഒരു നേരത്തെ നല്ലോണം വെള്ളം വരുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് വെള്ളമേ ഉണ്ടാവില്ല. ഇന്ന് നമുക്കൊന്ന് ഫ്രഷ് ആവണം. ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് ചപ്പാത്തിയാണ് ഞാൻ കഴിക്കുന്നത്. ചാൻസ് കുറവാണ്, എന്നാലും നോക്കാം. എൻ്റെ ഫോണിലാണെങ്കിൽ സ്പേസ് ഇല്ലാണ്ട് സ്റ്റോറേജ് ഫുള്ളായി കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യും അറിയില്ല. ഫ്രഷ് ആയിട്ട് കാണാം.
വൈകുന്നേരത്തെ ഫുഡ് എന്താണെന്ന് ഞങ്ങൾ താഴ്ന്ന് തന്നെ നിരീക്ഷിച്ചിട്ട് വരും. അല്ലെങ്കിൽ അവിടുത്തെ ചേട്ടനോട് ചോദിക്കും, അണ്ണ ഇന്ന് നാളേക്ക് ചെയ്യുന്ന രാത്രിത്തേക്ക് എന്താ ഫുഡ് എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ പോവും, അല്ലെങ്കിൽ കഴിക്കാലേ ഇല്ല. പൊതുവെ ഈ ചപ്പാത്തിയുള്ള ദിവസങ്ങളൊക്കെ അത്രയ്ക്ക് വിശന്നാൽ മാത്രമാണ് ഞാൻ കഴിക്കാലേ ഉള്ളൂ. എനിക്ക് പിന്നെ സ്കൂൾ തൊട്ട് തന്നെ കോളേജിൽ പോകുമ്പോഴും എന്താ പറയുക, ഡ്യൂട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് റൂമിലെത്തി അല്ലെങ്കിൽ വീട്ടിലെത്തി അപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ഫ്രഷ് ആവണം. അവിടെ ആ യൂണിഫോമോടെ ഇരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഹോസ്റ്റലിലും അതേപോലെ തന്നെ ആയിരുന്നു കോളേജിൽ പഠിക്കുമ്പം. ഇപ്പോഴും ഞാൻ അതേപോലെ തന്നെയാണ്. പെട്ടെന്ന് വന്ന് എത്രയും പെട്ടെന്ന് ഫ്രഷ് ആവാനേ നോക്കുള്ളൂ. പിന്നെയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. ഇപ്പൊ കുറച്ച് നാളായിട്ട് എൻ്റെ വൈകുന്നേരത്തെ സംഭവങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഇതേപോലെ തന്നെ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ബാക്കി നമുക്ക് നാളെ കാണാം.